ഓവർ ടെൻഷൻ കാരണമാണ് ഇന്ന് നമുക്ക് പല അസുഖത്തിൻ്റെയും കാരണം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ടയർഡാവും എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോകും എന്നുള്ളതാണ്. പല ആൾക്കാർക്കും നമ്മളൊരു അനുഭവം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത്, ഓവർ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങളൊരു ബോഡിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കുക. നമ്മളിൽ പല ആൾക്കാരും ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് കോൺഷ്യസ് അല്ല. ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യും, അതിനെ കുറച്ചും കൂടെ എല്ലാവരും ശ്രദ്ധിക്കും, അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് തന്നെയാണ്. അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം, അത് ഹാപ്പി ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് കുറയും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾക്ക് കൂടുതൽ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ അസുഖം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ നമുക്ക് ഈ ഒരു ഓവർ ടെൻഷനുള്ള സമയത്ത് നമുക്ക് കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രെസ് ഹോർമോൺ റിലീസ് ആവും. ഇത് നമുക്ക് പല രോഗങ്ങൾക്കും കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൂടുതൽ ടെൻഷനും ഓവർ ടെൻഷനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത് എന്ത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. ഇന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മെഡിസിൻ ഒന്നും വേണ്ട, നമുക്ക് മൈൻഡ് തെറാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാറ്റാൻ പറ്റും. പക്ഷേ അത് നമ്മൾ മനസ്സ് വെക്കണം, നമുക്ക് മെൻ്റൽ ഹെൽത്ത് ആവശ്യമാണ്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എൻ്റെ ആ ഒരു മാനസികാരോഗ്യം ഞാൻ വീണ്ടെടുക്കണം എന്ന് ഓരോ ആളുകളും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ചിട്ട് കോൺഷ്യസ് ആവണം. എന്നിട്ട് നിങ്ങൾ ഒരു മടിയും കൂടാതെ ഒരു കൗൺസിലറെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിനുവേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രെസ്സിനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പല ആളുകളും, ഞാൻ പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട്, പല ആളുകൾക്കും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എല്ലാവരും അത് ഉള്ളിലിട്ടുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോവുക. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുക. നമ്മളെ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനെ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖത്തിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും, ഒരു മോചനം നേടാൻ പറ്റും. അല്ലാതെ നമ്മൾ ഫിസിക്കലി വരുന്ന പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ചിലതിനൊന്നും കാര്യം വരില്ല. അത് കാര്യമാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് നിങ്ങൾ വേണ്ട രീതിയിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് കാണിക്കാം. ഇനി ഇവിടെയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പടപ്പറമ്പ് അശോക് പോളിക്ലിനിക്കിലുണ്ട്. അതുപോലെ തന്നെ പുലാമന്തോട് കട്ടപ്പാറ ദാർഷിഫ എന്ന ക്ലിനിക്കിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് മാനസിക പ്രശ്നങ്ങൾക്കും പരിഹാരം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.